ഹായ് ഫ്രണ്ട്സ്, ഞാൻ നെക്സയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന വെഹിക്കിൾ ഇഗ്നിസ്. ഇന്ന് എനിക്ക് ഇഗ്നിസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇഗ്നിസ് വരുന്നത് ഓട്ടോമാറ്റിക്കും മാനുവലായിട്ട് രണ്ട് വെഹിക്കിൾസ് നമുക്ക് വരുന്നുണ്ട്. രണ്ടും 1.2 ലിറ്റർ എഞ്ചിൻ വേരിയൻസിലാണ് വരുന്നത്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ വരുമ്പോൾ AGS ട്രാൻസ്മിഷനാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. മാരുതി ബെസ്റ്റ് ഇൻ ക്ലാസ് മൈലേജ് കൊടുക്കാനായിട്ടാണ് ആക്ച്വലി ആ ഒരു AGS എന്ന് പറയുന്ന ഒരു ഗിയർ സിസ്റ്റം ഈ വെഹിക്കിളിന് കൊടുത്തിട്ടുള്ളത്. $1.2 ലിറ്റർ വെഹിക്കിൾ, 1.2 ലിറ്റർ അതുപോലെ തന്നെ ഒരു മിനി SUV സൈസിൽ ഏറ്റവും നല്ല മൈലേജ് തരുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ് നമ്മുടെ ഇഗ്നിസ് എന്ന് പറയുന്നത്. ഇഗ്നിസിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറയുന്നത് 20.89 km/ലിറ്ററാണ് നമുക്ക് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. പക്ഷേ അതിൽ കൂടുതൽ മൈലേജും അതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയും നൽകാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് ഇഗ്നിസ്. നമുക്കിനി ഫീച്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ABS, EBD, പിന്നെ അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഓൾറെഡി ഇഗ്നിസിന് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. നാവിഗേഷൻ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ആൻഡ്രോയിഡ് ഓട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഡ്രൈവിങ്ങിൽ നിങ്ങളൊരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ നെക്സയുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു വെഹിക്കിളായിരിക്കും ഇഗ്നിസ്. കാരണം എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എയറോഡൈനാമിക്സും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈസ്, അതിൻ്റെ ഒരു ഷേപ്പ് എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏത് ടെറൈൻസിലും ഈസിലി നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് ഇഗ്നിസ്. അതുപോലെ തന്നെ നമുക്ക് ഏത് ട്രാഫിക്കിൻ്റെ ഇടയിലായാലും വളരെ അനായാസം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ് ഇഗ്നിസ്. ഈവൻ നമ്മൾ ഈ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് അങ്ങനെയുള്ള ഫങ്ഷൻസ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ട്രാഫിക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവറായിട്ടും നമുക്ക് നല്ലൊരു മൈലേജ് തരാനായിട്ട് ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അഡീഷണൽ ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് കളർ അലോയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ബ്ലാക്ക് കളർ അലോയ് ആ വെഹിക്കിളിന് നല്ലൊരു സ്റ്റൈലിഷ് ആൻഡ് എലഗൻറ്റ് ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ DRLs ഉള്ളത് കൊണ്ട് തന്നെ വെഹിക്കിൾ നമ്മളിപ്പോൾ രാത്രിയാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും നമുക്ക് നല്ല വിസിബിലിറ്റി നൽകുന്ന ഒരു DRL ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് നമ്മൾ വെഹിക്കിളിന് കൊടുത്തിട്ടുള്ളത്. അത് വളരെ വൈഡായിട്ടുള്ളൊരു വിസിബിലിറ്റി നൽകുന്ന ഹെഡ് ലാമ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
ദെൻ അടുത്തിനി ഇതിനെപ്പറ്റി പറയുവാനാണെന്നുണ്ടെങ്കിൽ വളരെ 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 നല്ലൊരു കംഫർട്ട് തരുന്ന സീറ്റിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് 6 വേ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാരുതി സേഫ്റ്റി ഷീൽഡിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന വെഹിക്കിൾസിലൊന്നാണ് നമ്മുടെ ഇഗ്നിസ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഹിക്കിളാണ് നിങ്ങൾ നോക്കുന്നത്, അതൊരു പ്രീമിയം കാറ്റഗറിയിൽ നിങ്ങൾക്ക് എടുക്കണം എന്നൊക്കെ ഒരു മൈൻഡുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇഗ്നീസ് ഈസ് യുവർ ബെറ്റർ ഓപ്ഷൻ. കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അപ്ഡേഷൻ ചെറിയൊരു വെഹിക്കിളിൽ നിന്ന് ഒരു അപ്ഡേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു വെഹിക്കിളായിരിക്കും ഇഗ്നീസ്. അപ് ടു ദ ബഡ്ജറ്റ്, ആ സ്വന്തം ബഡ്ജറ്റ്, അതായത് നിങ്ങളുടെ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വെഹിക്കിളായിരിക്കും ഇഗ്നീസ്.